ഹായ് ഫ്രണ്ട്സ്, 2025 CGL Tier 1 എക്സാമിനേഷൻ്റെ കീ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പല ഉദ്യോഗാർത്ഥികൾക്കും ആശയക്കുഴപ്പത്തിലായിരിക്കും. അവരുടെ മാർക്ക് കണ്ടിട്ട് പലർക്കും ആശയക്കുഴപ്പത്തിലായിരിക്കും. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം? 2026 CGL Tier 1 വേണ്ടി പ്രിപ്പയർ ചെയ്യണോ? അതോ 2025 CGL Tier 2 വേണ്ടി പ്രിപ്പയർ ചെയ്യണോ? റിസൾട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യണോ? ഇങ്ങനെ പലതരത്തിലുള്ള ആശയക്കുഴപ്പത്തിലായിരിക്കും പല ഉദ്യോഗാർത്ഥികളും ഉണ്ടായിരിക്കുക. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ 2025 CGLൻ്റെ Tier 1 വേണ്ടിയിട്ട് നിങ്ങൾ പലതരത്തിലുള്ള മോക്കുകൾ എടുത്ത ആൾക്കാരായിരിക്കും. TCS പാറ്റേണിൽ മോക്കുകൾ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് 140+ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതേപോലെ തന്നെ എഡ്യൂക്കേറ്റീവ് പാറ്റേണിൽ മോക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു 110, 120 ആ റേഞ്ചിൽ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ഇറസ്പെക്റ്റീവ് ഓഫ് നിങ്ങൾ ക്ലിയർ ചെയ്യോ എന്നുള്ള ഡൗട്ടിന് പുറമെ നിങ്ങൾ Tier 2 വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. Tier 2 വേണ്ടി മരിച്ച് പ്രിപ്പയർ ചെയ്യുക. അതായത് ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ നിങ്ങൾ Tier 2 ക്ലിയർ ചെയ്യും, Tier 1 ക്ലിയർ ചെയ്യും, Tier 2 നിങ്ങൾ എഴുതും എന്ന ധാരണയിൽ നിങ്ങൾ Tier 2 വേണ്ടി ആ രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സോ ഒരു 2-2.5 മാസം നിങ്ങൾ ആ ഒരു 10 to 12 അവേഴ്സ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ഈവൻ ദോ നിങ്ങൾ Tier 1 ക്ലിയർ ആയിട്ടില്ലെങ്കിലും നിങ്ങളുടെ കണ്ടൻറ്റ് ലെവൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ട് നിങ്ങൾക്കത് CHSLനും അതേപോലെ തന്നെ പിന്നീട് വരുന്ന അടുത്ത 2026 CGL Tier 1 അത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ CGL Tier 1 ക്ലിയർ ചെയ്യുകയാണെങ്കിൽ തന്നെ, CGL Tier 1 ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ലാസ്റ്റുള്ള ആ റിസൾട്ട് വന്നതിന് ശേഷമുള്ള ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു കട്ട് ഓഫ് Tier 2 കട്ട് ഓഫിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അതിനും നിങ്ങൾ ഈ സമയം തൊട്ട് തന്നെ പ്രിപ്പറേഷൻ നിർബന്ധമാണ്. സോ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആ ഒരു 140+ സ്കോർ ചെയ്യുന്ന TCS പാറ്റേണിൽ 140+ഉം അല്ലാത്തതിൽ 110, 120+ഉം സ്കോർ ചെയ്ത ഒരാളാണെങ്കിൽ ഇതിൻ്റെ കട്ട് ഓഫും ബാക്കി കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ Tier 2 വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. Tier 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, Tier 2 വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു ദിവസത്തെ ഷെഡ്യൂളിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സെക്ഷൻ 1 ഒരു ദിവസം നിർബന്ധമായിട്ട് നിങ്ങൾ എടുക്കണം. സെക്ഷൻ 1 നിങ്ങൾ നിർബന്ധമായിട്ട് എടുക്കണം. അത് അനാലിസിസ് ചെയ്യണം. ഇതിൻ്റെ പുറമെ നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് QAൻ്റെത് കൊണ്ടുപോകണം. ടോപ്പിക് വൈസ് ടെസ്റ്റ്, ആ ടോപ്പിക് വൈസ് ടെസ്റ്റിന് നിങ്ങൾ പ്രോപ്പർ റിവിഷൻ കൊടുക്കണം. അതായത് ഒരാഴ്ച കഴിയുമ്പം നിങ്ങൾ ആദ്യത്തെ ദിവസം എടുത്ത ടോപ്പിക് വൈസ് ടെസ്റ്റ് ഏതാണോ അതേ ടോപ്പിക് വൈസ് ടെസ്റ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളത് ഷെഡ്യൂൾ ചെയ്യണം. ഇങ്ങനെ ഒരു 2-2.5 മാസം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം. കാരണം നിങ്ങളെ ആ സെക്ഷൻ 1 മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പുറത്ത് ടോപ്പിക് വൈസ് ടെസ്റ്റ് കൂടുതൽ കൊണ്ടുപോകണം. മറ്റേ നിങ്ങൾ വിചാരിക്കും ചിലപ്പോൾ നിങ്ങൾ 30 ക്വസ്റ്റ്യൻ QA ചെയ്യുന്നുണ്ടല്ലോ, ആ 30 ക്വസ്റ്റ്യൻ QA ചെയ്യുന്നത് കൊണ്ട് ഞാൻ എല്ലാ ഏരിയയും കവർ ചെയ്യും. ഇല്ല, 30 ക്വസ്റ്റ്യൻ QA ചെയ്യുന്നത് 30 ഡിഫറെൻറ്റ് ടോപ്പിക്കിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ ഒരു 18 ഡിഫറെൻറ്റ് ടോപ്പിക്കിൽ നിന്നായിരിക്കും. അതിൽ കൂടെ നിങ്ങൾ QA എല്ലാ ഏരിയയും കവർ ചെയ്യില്ല. എല്ലാ ഏരിയയും കവർ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. സോ സെക്ഷൻ 1 കൂടെ നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ്, ഒരു മിനിമം ഒരു 3 ടോപ്പിക് വൈസ് ടെസ്റ്റെങ്കിലും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം. ആ 3 ടോപ്പിക് വൈസ് ടെസ്റ്റിൽ നിങ്ങൾ ആ ടോപ്പിക്കിൽ ചോദിച്ച ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് കൂടി നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ബെസ്റ്റ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് ഉണ്ട്, അല്ലെങ്കിൽ അത് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചാൽ ബെസ്റ്റ് ക്വസ്റ്റ്യൻസും കൂടി അതിൻ്റെ കൂടെ നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുമ്പോൾ Day 1 നിങ്ങൾ എന്താണോ ചെയ്തത് അത് Day 7 നിങ്ങൾ അതിൻ്റെ ഒരു ടോപ്പിക്കെങ്കിലും വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു ടോപ്പിക് വൈസ് ടെസ്റ്റ്, ഒരു 30 ക്വസ്റ്റ്യനുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുത്തിട്ട് അത് റിവിഷനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ആ റിവിഷനായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവസാനമാകുമ്പോഴത്തേക്ക് മറന്നു പോകും. ഈ ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ എന്താണോ കിട്ടാത്തത്, നിങ്ങൾക്ക് ചെയ്തിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഏതുണ്ടെങ്കിലോ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് മാറ്റി വെക്കണം. സോ ഇതും QAൻ്റെ കൂടെ കൊണ്ടുപോകണം. RAനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ സെക്ഷൻ 1 എടുക്കുന്ന ടോപ്പിക് വൈസ് ടെസ്റ്റ് മതി. ഇനി RA എടുക്കുന്ന സെക്ഷൻ 1 എടുക്കുന്ന സമയത്തുള്ള സെക്ഷണലായിട്ട് വരുന്ന RA മതി. ഇനി അതിൽ RAയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് തെറ്റിക്കുന്ന ഏരിയ ഉണ്ടെങ്കിൽ അതിന് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ടെസ്റ്റ് എടുക്കാം. അത് 2010 തൊട്ടുള്ള ഏതെങ്കിലും ബുക്ക് വെച്ചിട്ട്, കിരണിൻ്റെ ബുക്കുണ്ട്, കിരണിൻ്റെ റീസണിങ്ങിൻ്റെ ബുക്കുണ്ട്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ്, ക്രിട്ടിക്കൽ റീസണിങ് അതുപോലുള്ള എക്സ്ട്രാ വരുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്സ് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ വീഡിയോ കാണാം. എന്നിട്ട് ആ ടോപ്പിക്സ് മാത്രം നിങ്ങൾ വേറെ RAക്ക് പ്രാക്ടീസ് ചെയ്യണം. ബാക്കിയുള്ള ഏരിയയ്ക്ക് RAക്ക് നിങ്ങൾ ആ ഡെയിലി എടുക്കുന്ന സെക്ഷൻ 1 തന്നെ മതി. ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം Tier 2 വേണ്ടി 45 ക്വസ്റ്റ്യൻസാണ് ഇംഗ്ലീഷിനുള്ളത്. അതിൽ PQRS, ക്ലോസ് ടെസ്റ്റ് ആൻഡ് കോംപ്രിഹെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ PQRS, ക്ലോസ് ടെസ്റ്റ്, കോംപ്രിഹെൻഷൻ ഡെയിലി നിങ്ങളൊരു 1/2-3 മണിക്കൂർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിന് കിരണിൻ്റെ ബുക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കിരണിൻ്റെ 1997 ഓൺവേർഡ്സ് ഉള്ള ബുക്ക് വെച്ചിട്ട്, 1997 ഓൺവേർഡ്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ബുക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഗ്രാമറും ഡെയിലി ഒരു 1 അവർ കൊടുത്തിട്ട്, ഗ്രാമർ ആൻഡ് വൊക്കാബിനോട് ചേർത്തിട്ട് നിങ്ങൾ ഒരു 1-1.25 മണിക്കൂർ കൊടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യണം. വൊക്കാബ് നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തത് ബ്ലാക്ക് ബുക്ക് ആണെങ്കിൽ അതിനെ കണ്ടിന്യൂ ചെയ്താൽ മതി. അത് റിവൈസ് ചെയ്യുക, പ്രോപ്പർലി റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന വൊക്കാബ്സ് എന്ത് വന്നു കഴിഞ്ഞാൽ അത് മിസ്സാവരുത്, റൂൾ ഔട്ട് ചെയ്യാൻ പറ്റണം. പുതിയത് പഠിക്കുന്നത് കൊണ്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ബ്ലാക്ക് ബുക്ക് ആണെങ്കിൽ ബ്ലാക്ക് ബുക്ക് തന്നെ പ്രോപ്പർലി റിവൈസ് ചെയ്യാം. ബാക്കി കിരണിൻ്റെ ആ ബുക്ക് വെച്ചിട്ട് നിങ്ങൾ
പഴയ ക്വസ്റ്റ്യൻസ് TCSൻ്റെ മുമ്പുള്ള TCS ഉള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. ഇൻ അഡീഷൻ ടു ഈ 45 മിനിറ്റ് നിങ്ങൾ ഇതിന് കൊടുക്കും. ടോട്ടൽ ഒരു 2 മണിക്കൂർ 2.25 മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷിന് കൊടുക്കുക. അതിൽ 45 മിനിറ്റ് PQRS ക്ലോസ് ടെസ്റ്റ് കോംപ്രിഹെൻഷൻ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. അത് ഇങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം ടൈം കൊടുക്കുക. കാരണം Tier 2 നിങ്ങൾക്ക് ടൈം ഉണ്ട്, ഇംഗ്ലീഷിന് ടൈം ഇല്ലാത്ത പ്രശ്നമല്ല. അപ്പം ഓരോരോ നന്നായിട്ട് ടൈം എടുത്ത് തന്നെ കോംപ്രിഹെൻഷനും ക്ലോസ് ടെസ്റ്റും PQRSും ചെയ്യുക. PQRS ഒക്കെ ചെയ്യുന്ന സമയത്ത് വീണ്ടും സെൻറ്റൻസ് വായിച്ച് നോക്കുക, ഇതേ ഓർഡർ തന്നെയാണോ നോക്കുക. അങ്ങനെ മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്കില്ല് കൂടി വരും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഗ്രാമർ നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ട് ചെയ്ത് നോക്കണം ഡെഫിനറ്റ്ലി. പ്ലസ് വൊക്കാബ് ഒരു 2-2.25 മണിക്കൂർ നിങ്ങൾ ഇംഗ്ലീഷിന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. റീസണിങ് ഞാൻ പറഞ്ഞു, QAയും ഞാൻ പറഞ്ഞു. ബാക്കിയുള്ള സമയം നിങ്ങൾക്ക് GK കൊടുക്കാം. GK നിങ്ങൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർലി റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് അറിയാവുന്ന GK ഒരിക്കലും മിസ്സായി പോകരുത്. അപ്പോൾ ഓൾറെഡി അറിയാവുന്നത് ഇപ്പം അറിയാൻ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുന്ന സമയത്ത് കണ്ടൻറ്റാണ് നിങ്ങൾക്ക് കൂടുതൽ വേണ്ടത്. കൂടുതൽ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ, ഡീപ്പായിട്ടുള്ള കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അല്ലാതെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രാക്ടീസ് ചെയ്യല്ല വേണ്ടത്, കണ്ടൻറ്റ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. സോ GKനെ സംബന്ധിച്ചിടത്തോളം റിവിഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിവിഷനാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും GK നിങ്ങൾ തുടങ്ങുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് തൊട്ട് പുറകിൽ 2 ദിവസം നിങ്ങൾ എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ആ ദിവസത്തെ GK സ്റ്റാർട്ട് ചെയ്യാവൂ. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ അന്ന് എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഈ രീതി നിങ്ങൾ GK കൊണ്ടുപോകുക. നിങ്ങൾ ഓരോ വീക്കിലി ഒരു ദിവസം സൺഡേ നിങ്ങളൊരു ഫുള്ളി റിവിഷന് വേണ്ടി മാറ്റി വെക്കുക. അന്ന് നിങ്ങൾ ഈ GK റിവൈസ് ചെയ്യുക. ഈ പറഞ്ഞ സാധനങ്ങൾ ഏതെങ്കിലും സ്കിപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്യുക. സോ Tier 2ന് വേണ്ടി ഒരു 10-12 മണിക്കൂർ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്തിട്ട് മരിച്ച് പഠിക്കുക. Tier 2 നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ Tier 1 നിങ്ങൾ ക്ലിയർ ആവും എന്ന ധാരണ മനസ്സിൽ വെച്ചിട്ട്, അതിൻ്റെ പേരിൽ ഡെസ്പാവൊന്നും വേണ്ട. എക്സാംസ് ഇനിയും വരാനുണ്ട്, ഇനി ഒരുപാട് എക്സാംസ് വരാനുണ്ട്. അതിനെല്ലാം ഇത് യൂസ്ഫുൾ ആവും. CHSLന് യൂസ്ഫുൾ ആവും, ബാക്കിയുള്ള എക്സാംസിന് യൂസ്ഫുൾ ആവും. ഇല്ലെങ്കിൽ 2026 വേണ്ടിയിട്ട് ഈ Tier 2 കഴിഞ്ഞതോടുകൂടി നിങ്ങൾ അധികം മെനക്കെടേണ്ടി വരില്ല. ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ഈ 2-2.5 മാസം മാത്രം നിങ്ങൾ ഒരു 10-12 മണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർലി കൊണ്ടുപോകാൻ പറ്റും. അത് വിത്ത് പ്രോപ്പർ സ്ട്രാറ്റജി, 4 ഏരിയയും ഉൾക്കൊള്ളിച്ച് കൊണ്ടുള്ളൊരു പ്രോപ്പർ സ്ട്രാറ്റജി തന്നെ മുന്നോട്ട് പോകണം. ആ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് Tier 2 എക്സ്പെക്ട് ചെയ്യാം. ആ ഒരു ഈവൻ Tier 1 റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ കൊണ്ടുപോകുക. Tier 2 വരെ നിങ്ങൾ കൊണ്ടുപോകുക. എന്നിട്ട് Tier 2 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ പേപ്പർ വരും. ആ പേപ്പർ നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ട് നോക്കുക. ഈ ഒരു പ്രിപ്പറേഷൻ്റെ റിസൾട്ട് ആ പേപ്പർ നിങ്ങൾ എഴുതി നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഈവൻ ദോ Tier 1 നിങ്ങൾക്ക് ഇല്ലെങ്കിലും അതിലൂടെ നിങ്ങൾക്ക് തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതില്ലെങ്കിൽ അടുത്തത് ഉറപ്പാണ് 2026 നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ക്ലിയർ ആക്കാൻ പറ്റും. ആ ഒരു രീതിയിൽ ഡു ഓർ ഡൈ ബേസിസിൽ നിങ്ങൾ ഈ ഒരു 2-2.5 മാസം Tier 2ന് വേണ്ടി ഇത്തരത്തിലുള്ള ആൾക്കാർ കൊണ്ടുപോകുക. ഇനി ഇതിന് മാർക്ക് കുറവുള്ള ആൾക്കാരുണ്ടെങ്കിൽ 2026 Tier 1ന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.